ആസിഫിനോട് എൻ്റെ മോനൊരു ബൈക്ക് എടുത്തിനു 15,000 ഉറുപ്പ്യക്ക്. അപ്പോൾ ആസിഫിക്ക് ഇവൻ്റെ പേരിൽ മാറ്റാൻ പറ്റുമോ, മാറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഒന്ന് മാറ്റടാന്ന് പോയിട്ട് ഞാൻ പോയി ഓൻ്റെ വീട്ടിൽ കയറിപ്പോയി. ഇവനും എൻ്റെ മോൻ കുറേ ഓനോട് പറഞ്ഞു ഒന്ന് മാറ്റടാ. ഓൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല മാറ്റാൻ. എന്നിട്ട് അപ്പൊ ഇവന് കണ്ണൂർ പോകുമ്പോൾ മുതലാളിയുടെ വീട്ടിൽ ബൈക്ക് വെച്ചിനു. ആ ബൈക്ക് ഓന് എടുത്ത് ഓൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച്. എൻ്റെ ചെക്കൻ കണ്ണൂരിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുന്ന വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് വരാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയില്ല. അപ്പൊ ഇവനോട് വിളിച്ച് പറഞ്ഞോലു, ഞാൻ ബൈക്ക് എടുത്തിട്ടുണ്ട്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ, നീ അത് ചെയ്തോന്നു. എന്നോട് ഞാൻ ചോദിച്ചു, മോൻ നടന്നിട്ട് വരുന്നുണ്ട്, അവിടെ എൻ്റെ വണ്ടി എടുത്തു, എൻ്റെ വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിലാവും ഇല്ലെന്ന് പറഞ്ഞു. നന്നാക്കണമെങ്കിൽ പാട് പൈസ വേണം. അത് ഞാൻ വിശ്വസിച്ചില്ലേ. എന്നിട്ട് പിറ്റേന്ന് അതന്നെ ഇവർ 2 ദിവസത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഈ ടെൻഷൻ കൊണ്ട് ഞാൻ വണ്ടി നീ സത്യം പറ, അത് ആസിഫ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ആസിഫിക്ക് മാറ്റാൻ പറഞ്ഞ ദേഷ്യത്തിനെന്ന്. ഞാൻ ഇവൻ പറഞ്ഞ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വേണ്ട മോനെ, എൻ്റെ മോനെപ്പോലത്തെ ഒരു മോനല്ലേ അത്, ഞാൻ പോയിട്ടൊന്ന് സംസാരിച്ച് നോക്കിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറിപ്പോയി. അപ്പൊ വീട് ഉറങ്ങുന്നു, ഓഫീസ് റൂമിൽ ഉറങ്ങുന്നു. ഞാൻ പറഞ്ഞു എന്ത് മോനെ സുഖം തന്നെ അല്ലേ, നാട്ടിൽ കയറിപ്പോയ പാടി ഇവൻ എന്നെ ചീത്തയാ വിളിച്ച. ഇവനെ എന്നിട്ട് എന്നെ റൂമിൽ നിന്ന് പിടിച്ച് തള്ളി ഇട്ട് താഴെ നിലത്തിട്ട്. അപ്പൊ എൻ്റെ ഫോൺ ഇതെല്ലാം നിലത്ത് വീണു. എന്നിട്ട് എണീച്ച് രണ്ടാമത് ആദ്യം ഇവ എന്താക്കി, ഈ ഫോൺ ഇതെടുക്കാൻ വേണ്ടി മണങ്ങുമ്പോൾ നടുവിനൊരു ചവിട്ട് എണീച്ച് പുറത്തേക്ക് തള്ളിയിട്ടന്നെ കഴുത്തിനടിച്ചിട്ട്. അപ്പൊ എൻ്റെ മോൻ എന്താക്കി വേഗം വന്നിട്ട് എന്നെ തങ്ങിയിരുന്നു. അപ്പൊ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ വേണ്ടി പോയാൽ എനിക്കെന്തോ ക്ഷീണമായി. ഞാൻ ഗവൺമെന്റ് ആസ്പത്രിയിൽ പോയി ഡോക്ടറെ സഹായം തേടി മരുന്നു മേടിച്ച് പിന്നെയും പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി പരാതി കൊടുത്ത്. ആ പരാതിയും കൊടുത്ത് മോൻ എന്നെ ഇവിടെ കൊണ്ടാക്കി പെരുപ്പായിൽ അവിടെ പോയിട്ട് ഇരുന്നേനു. അപ്പൊ ഇവർ 5 പേര് വന്നിട്ട് എൻ്റെ മോനെ അടിച്ച് ടൈരും സോഡ കുപ്പിയെല്ലാം എടുത്തിട്ട് എൻ്റെ ഉമ്മാനെ അടിച്ചവരും എൻ്റെ ഉമ്മ കേസ് കൊടുത്തിന്. എനിക്ക് ആ കാഴ്ച എനിക്ക് എൻ്റെ ഉമ്മ കേസ് കൊടുത്ത് നീ ഇന്നാണ് ചെയ്യാൻ പറ്റും നോക്കട്ടെന്നും പറഞ്ഞിട്ട് അതെല്ലാം അത് ചെയ്ത് ഇവനെ അടിച്ച് ഇവൻ്റെ എല്ലാം ഇവിടെയെല്ലാം മൊത്തം പോകലാണ്. ഇവർ 2 പേരെ എനിക്കറിയാം, ഒന്ന് നാസിഫ്, ഒന്ന് ആരിസ്, പഴയങ്ങാടിയിലെ ശ്രീകണ്ഠാരം പഴയങ്ങാടിയിലെ ആരിസ്. ഇവരെല്ലാം കഞ്ചാവിലാണ്. ഇപ്പൊ ഞാൻ പോലീസ് ഇത് കേസ് കൊടുക്കാൻ വേണ്ടി പോയാൽ ഇവരെന്നാ പറയുന്നത് ഇത് ഒത്തുതീർപ്പായിക്കൂടെ, ഇത് ഒത്തുതീർപ്പായിട്ട് എന്തിനാ കേസിന്റെ മുകളിൽ പോകുന്നു, ഇവന്റെ കേസ് മാത്രം എടുക്കുക, നിങ്ങളിത് എന്തിനാ എത്തുന്നു, നിങ്ങൾ കോടതി കയറേണ്ടി വരും. ഞാൻ പറയാം എനിക്ക് ഇത് കേസ് എടുത്തേ പറ്റൂ. ഇവർ ഇതുവരെ ഹാജരായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ. അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവരെന്താ നേരത്തുനിന്ന് കളിക്കുന്നത്. അതുകൊണ്ട് എനിക്കെന്ത് ഇവരെ ഒളിവിലാന്നാ പറയുന്നത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ, അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.